14 മുതൽ 19 വരെയുള്ള 5 വർഷത്തെ കാലത്തെ ഭരണം നരേന്ദ്രമോദിയുമായിട്ടുള്ള സപ്പോർട്ടിൽ മഹാരാഷ്ട്രയിൽ മൊത്തം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം ഒരു വികാസ് പുരുഷനായി മാറി. നരേന്ദ്രമോദിയുടെ ഒരു കോപ്പിയാണെന്നാണ് പലരും പറയുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്ര ദാമോദർ മോദി ഭരിക്കുമ്പോൾ ഇവിടെ നരേന്ദ്ര ഫട്നാവിസ് ഭരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ഈ മറാഠ ശക്തിയും ഹിന്ദുത്വ ശക്തിയും വികസന അജണ്ടയും കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു BJP എന്ന ഒരു പാർട്ടിയെ മഹാരാഷ്ട്ര മുഴുവൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കിട്ടിക്കൊടുത്തു. ബാൽ താക്കറയുടെ ആ ഒരു ഇമേജോട് കൂടി വന്ന ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ നിഷ്പ്രഭമാക്കി മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ബേസ് ഇല്ലാതാക്കി അവിടെ BJPയുടെ ബേസ് കൊണ്ടുവന്നു. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ശരത് പവാർ. തന്ത്രശാലിയായ ശരത് പവാറിനെ നിഷ്പ്രഭമാക്കി നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ബൃഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJP നേടിയ ഉജ്ജ്വല വിജയം അത് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്? എന്താണ് വിജയരഹസ്യം? പരിശോധിക്കാൻ നമുക്കും. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 1/4 നൂറ്റാണ്ട് നീണ്ട ശിവസേന ഭരണത്തിന് അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തിൻ്റെ ഭരണത്തിന് അറുതി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP സഖ്യം അവിടെ അധികാരത്തിലേറാൻ പോകുന്നത്. ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് നേടിയത് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് ഈ വിജയത്തിൻ്റെ രഹസ്യമെന്നാണ് അങ്ങ് കരുതുന്നത്? BJPയുടെ എല്ലാ വിജയത്തിനും ഒരു നേതാവിൻ്റെ ഒരു കരുത്ത് അവർ കാണിക്കാറുണ്ട്, പ്രാദേശികമായൊരു നേതാവിൻ്റെ. ഓക്കെ, അത്തരത്തിൽ മഹാരാഷ്ട്രയിൽ ഉയർന്നു വന്ന ഏറ്റവും തലയെടുപ്പുള്ള പ്രാദേശിക നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു കരുനീക്കമാണ് ഈ വിജയത്തിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത്. അദ്ദേഹത്തിനെ ആദ്യമാരും കണ്ടതായി പോലും ഭാവിച്ചിരുന്നില്ല. കാരണം ഒരു സൈലൻറ്റ് വർക്കറാണ്. അതെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. 22ാമത്തെ വയസ്സിൽ കൗൺസിലറാവുന്നു. 27ാമത്തെ വയസ്സിൽ നാഗ്പൂരിൽ 27ാമത്തെ വയസ്സിൽ നാഗ്പൂരിൻ്റെ മേയറാവുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 30 വയസ്സാകുമ്പോഴേക്കും MLA ആകുന്നു നാഗ്പൂർ സൗത്തിൽ നിന്ന്. പിന്നീട് അങ്ങോട്ട് സ്ഥിരമായും സൗത്തിലോ വെസ്റ്റിലോ ഇവിടെ നിന്ന് ജയിക്കുന്ന MLA. 43ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടുത്തെ ചീഫ് മിനിസ്റ്റർ 2014. അങ്ങനെ തുടങ്ങി ഇപ്പോൾ 3ാം ടേമാണ് അദ്ദേഹം 55ാമത്തെ വയസ്സിൽ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററായിരിക്കുന്നത്. അതെ, അത് നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഇത് ആരോ ഏണി വെച്ച് അദ്ദേഹത്തിന് കയറ്റിവിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം മുഴുവൻ നിരന്തര യുദ്ധത്തിലൂടെ, അതായത് പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാമ്രാജ്യം അദ്ദേഹം പിടിച്ചെടുക്കുകയാണ്. ഓക്കെ, ശക്തമായ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കരിയറായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ആ വെല്ലുവിളികളെല്ലാം തന്നെ അതിജീവിച്ചത് ബുദ്ധിപരമായും വളരെ ശക്തമായ നീക്കങ്ങളിലൂടെ, വളരെ ശക്തമായ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ. കാരണം അദ്ദേഹത്തിനെ കാലിടറിക്കാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം എഴുതി തള്ളിയതാണ്. അതായത് അദ്ദേഹം ജനിക്കുമ്പോൾ 1970 അദ്ദേഹത്തിൻ്റെ ജനനം. ആ ജനിക്കുന്ന കാലത്തെ ശിവസേന എന്ന് പറയുന്നത് ബാൽ താക്കറയുടെ കാലം മുതൽ മഹാരാഷ്ട്രയിലെ, പ്രത്യേകിച്ച് മുംബൈയിലെ ഒരു വലിയ ശക്തിയാണ്. ഒരു മറാഠ ശക്തി സ്രോതസ്സാണ്. എതിരില്ലാത്ത ശക്തിയാണ്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹം നാഗ്പൂരിൽ RSSൻ്റെ കോട്ടയിൽ അദ്ദേഹം തന്നെ ആദ്യം കൗൺസിലറായിട്ട് വരുന്നു. RSSൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു, ഗംഗാധർ ഫട്നാവിസ്. അദ്ദേഹം അവിടുത്തെ MLC ആയിരുന്നു, മുനിസിപ്പൽ അവിടുത്തെ കൗൺസിലറായിരുന്നു. അതിന് മുമ്പ് അതിനുശേഷം അദ്ദേഹം അവിടുത്തെ ലെജിസ്ലേറ്റീവ് മെമ്പറായിരുന്നു. അദ്ദേഹം വളരെ പേരുകെട്ട ഒരു പ്രവർത്തകനായിരുന്നു, നിശബ്ദ പ്രവർത്തകനായിരുന്നു, ജനസംഘത്തിൻ്റെ പ്രവർത്തകനൊക്കെ ആയിട്ട് വന്നു. 1975 അദ്ദേഹത്തിനെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പടപൊരുതിയതിന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അന്ന് ഫട്നാവിസിന് 6-7 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പഠിച്ചിരുന്ന, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ചോദിച്ചു എന്താണ് അച്ഛനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അടിയന്തരാവസ്ഥയാണ്, ഇന്ദിരാഗാന്ധിയാണ് കാരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ പേര് ഇന്ദിരാ കോൺവെൻ്റ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു അച്ഛനെ അറസ്റ്റ് ചെയ്ത ആളുടെ പേരിലുള്ള കോൺവെൻറ്റ് ഞാൻ പഠിക്കില്ല. ഓക്കെ, അവിടെ നിന്ന് നേരെ അദ്ദേഹം സ്കൂൾ മാറാനായിട്ട് വീട്ടിൽ നിർബന്ധിച്ച് അങ്ങനെ സ്കൂൾ മാറ്റി. അതിനുശേഷമാണ് ഭാരതീയ വിദ്യാഭവൻ എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് അദ്ദേഹത്തിന് മാറിയതിന് ശേഷമാണ് അദ്ദേഹം പഠനം ആരംഭിച്ചത്. ഓക്കെ, ഈ വിധത്തിലുള്ള ചില പ്രത്യേകതകൾ വളരെ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ABVPയുടെ നേതാവായിട്ട് 1989 നാഗ്പൂരിലെ നേതാവായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. കോളേജ് തലത്തിൽ
89 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 19 വയസ്സേ ഉള്ളൂ. 22ാമത്തെ വയസ്സിൽ, അതായത് 1991 അദ്ദേഹം അവിടെ കൗൺസിലറായിട്ട് നാഗ്പൂർ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും മത്സരിച്ചു, കോർപ്പറേഷനിൽ മേയറാവുന്നു 27ാമത്തെ വയസ്സിൽ. അതിനുശേഷം അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. അതുമുതൽ തുടർച്ചയായിട്ട് അദ്ദേഹം ഈ 2024 വരെയും അദ്ദേഹം MLA ആയിട്ട് നാഗ്പൂരിൽ നിന്ന്, ഒന്നുകിൽ നാഗ്പൂർ സൗത്ത് അല്ലെങ്കിൽ നാഗ്പൂർ വെസ്റ്റ്, ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയ്ക്കുള്ള കരിയർ എന്ന് പറയുന്നത് BJPയെ എങ്ങനെ അവിടെ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. ആരും അദ്ദേഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. കാരണം അച്ഛൻ്റെ ഒരു നിഴലായിട്ട് പാർട്ടി പ്രവർത്തനത്തിന് ഇങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു. അന്ന് കൊച്ചുനാളിൽ മുതൽ തന്നെ ഈ ബൂത്ത് തലത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. പാർട്ടിയുടെ പ്രചരണ പരിപാടികൾ അദ്ദേഹം സജീവമായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സിൻ്റെ ട്രിക്ക്, ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ട്രിക്കുകളെല്ലാം വളരെ ഹൃദിസ്ഥമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ശിവസേനയുമൊത്ത് അവിടെ ഇലക്ഷനിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന BJP ആയി മാറി, BJP പാർട്ടിയായി മാറി. അപ്പം അന്നത്തെ ശിവസേനയ്ക്ക് കൂടുതൽ സീറ്റ് കിട്ടി നിൽക്കുന്നതുകൊണ്ട് ശിവസേനയ്ക്ക് ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. ഇയാളിങ്ങനെ കയറി ഒന്നാമതായി പോയല്ലോ, തങ്ങളുടെ തട്ടകത്തിൽ BJP ആദ്യമായിട്ട് പ്രധാന കക്ഷിയായി വന്നല്ലോ എന്നുള്ളത്. എന്തായാലും ഫട്നാവിസ് മുഖ്യമന്ത്രിയായി. അപ്പോൾ 2014 അദ്ദേഹത്തിൻ്റെ പീരീഡിൽ ഓപ്പോസിഷനായിട്ട് നിന്നിരുന്നത് ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു. NCPയുടെ ശിവസേനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഓപ്പോസിഷൻ ലീഡറായിട്ടിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു. 2019 വീണ്ടും ശിവസേനയുമായി ഒന്നിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 2014 ഒരു പ്രത്യേകതയുണ്ട്. ശിവസേന ഒറ്റയ്ക്കും BJP ഒറ്റയ്ക്കുമായിട്ട് മത്സരിച്ച് പിന്നീടാണ് കൂട്ടായത്. അതായത് 2019 അവർക്ക് അപകടം മനസ്സിലായി, അങ്ങനെ നിന്നാൽ വലിയ പ്രശ്നമാകും എന്ന് മനസ്സിലായി. 2019 അവർ ഈ ഇദ്ദേഹത്തിന് ഫട്നാവിസിനെ അധികാരത്തിൽ കയറ്റിയപ്പോൾ, CM ആക്കിയപ്പോൾ തന്നെ അവർ പ്രതീക്ഷിച്ചത് ഒരു വലിയ നേതാവൊന്നും ആകാൻ വഴിയില്ല, ചെറുപ്പക്കാരനല്ലേ, ഇന്ന് 43 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് കളിക്കുന്ന ഒരാളായിരിക്കുമെന്നാണ് ശിവസേന പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം അവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഡിഗ്രി കഴിഞ്ഞ് LLB ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ജർമ്മനി പോയി ബിസിനസ് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമയൊക്കെ പാസ്സായ ആളാണ്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ അവഗാഹമായ നോളജുണ്ട്. ഫിനാൻസിനെ കുറിച്ച് നല്ലപോലെ അറിയാം. അദ്ദേഹം നാഗ്പൂരിൻ്റെ സാമ്പത്തിക അടിത്തറ വർദ്ധിപ്പിക്കാനായിട്ടാണ് ആദ്യം ശ്രമിച്ചത്. അതോടുകൂടി അദ്ദേഹം ഡബിൾ ടാക്സിങ്ങോ ഇങ്ങനെ കുറേ പദ്ധതികളോ കൊണ്ടുവന്ന് നാഗ്പൂരിൻ്റെ സാമ്പത്തിക അടിത്തറ, കോർപ്പറേഷൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലമാക്കി. അതിനുശേഷം അവിടെ എക്സ്പ്രസ് ഹൈവേ, കോസ്റ്റൽ ഹൈവേ, പിന്നെ ഡ്രൗട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പ്രത്യേക ജലസേചന പദ്ധതികൾ, പിന്നെ സർവീസുകൾ, തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ സർവീസുകളെല്ലാം ഓൺലൈനിലാക്കുക. അന്നൊക്കെ അതൊക്കെ അത്ഭുതമാണ്, അതൊന്നും ആരും അങ്ങനെ അധികം ചെയ്യാത്തതെന്നുള്ള രീതിയിൽ വളരെ അതിശയത്തോടെയാണ് കണ്ടിരുന്നത്. അങ്ങനെ സർവീസുകൾ വിപുലമാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഒരു ആരാധ്യാപുരുഷനായിട്ട് അദ്ദേഹം നാഗ്പൂരിൽ തന്നെ മാറി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. മുഖ്യമന്ത്രിയായി വന്നപ്പോഴും ഏതാണ്ട് ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള പ്രവർത്തനം വളരെ ശക്തമായിട്ട് തുടർന്നു. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന് വലിയ ഒരു അടിത്തറ അവിടെ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ ചോദിക്കുന്നത്, കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങ് പറഞ്ഞതുപോലെ ഈ അടിത്തറ വിപുലമാക്കുക, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളുമായി അടുക്കുക, സാമ്പത്തിക അടിത്തറ എവിടെയാണോ ഭരിക്കുന്നത് അവിടുത്തെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുക, വികസനമാണ് ഏറ്റവും വലിയ മുദ്ര. അതുപോലെ തന്നെ എനിക്കൊന്ന് ഈ സഖ്യം രൂപീകരിക്കുന്നതിലും അദ്ദേഹം വളരെ തന്ത്രശാലിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏകനാഥ് ഷിൻഡെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു, അതെ, സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 2014 മുതൽ 19 വരെയുള്ള പീരീഡിൽ ഓപ്പോസിഷൻ ലീഡറായിരുന്നിട്ടും അദ്ദേഹമായിട്ടുള്ള ബന്ധം ശക്തമായി നിലനിർത്തിയിരുന്നു. ആ ബന്ധം 2019 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ ശിവസേന പാലം വരിക്കുകയാണ്. കാരണം 2014 മുതൽ 19 വരെ ഇദ്ദേഹം നിന്നപ്പോൾ തന്നെ ഏതാണ്ട് അന്ന് മഹാരാഷ്ട്രയിൽ അറിയപ്പെടാത്തൊരു നേതാവായിരുന്നു. ഈ 19 ഇദ്ദേഹം വരുമ്പോൾ ആർക്കും അറിയില്ല, നാഗ്പൂരിൽ മാത്രം അറിയാവുന്ന ഒരു മേയർ അങ്ങനെ നിന്നിരുന്നതാണ്. 14 മുതൽ 19 വരെയുള്ള 5 വർഷത്തെ കാലത്തെ ഭരണം നരേന്ദ്രമോദിയുമായിട്ടുള്ള സപ്പോർട്ടിൽ
മഹാരാഷ്ട്രയിൽ മൊത്തം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം ഒരു വികാസ് പുരുഷനായി മാറി. അതോടുകൂടി ശിവസേനയ്ക്ക് പേടിയായി. കാരണം നമ്മുടെ തട്ടകം പോകുന്നു എന്ന് മാത്രമല്ല, അവിടെ BJP കയറി അപ്രമാദിത്വം കൊണ്ടിരുന്നു. അതുവരെ BJPയുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ബാൽ താക്കറെയുടെ കീഴിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. അത് വാജ്പേയി ആയാലും അദ്വാനി ആയാലും ആ ഒരു സറണ്ടർ മെത്തേഡിലാണ് പോയിരുന്നത്. കാരണം ബാൽ താക്കറെ അങ്ങനത്തെ ഒരു നേതാവായിരുന്നു. ബാൽ താക്കറയുടെ പിന്നെ അദ്ദേഹത്തിന് വേറെ അധികാരമോഹമൊന്നുമില്ല. അവിടെ ഒരു ഹൈന്ദവ മേൽക്കോയ്മ വരണം, അതിന് മറാഠി മേൽക്കോയ്മ ഞങ്ങൾ നിലനിർത്തും, നിങ്ങൾ ഹിന്ദുത്വം പറഞ്ഞ് നിൽക്കുക, ഓർഗനൈസേഷണൽ കപ്പാസിറ്റി നിങ്ങൾക്ക് കൂടെ ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പോയി ഒരു ദിവസം ഇവിടെ കാവിക്കൊടി പാറിക്കണം എന്നുള്ളതായിരുന്നു ബാൽ താക്കറയുടെ ആഗ്രഹം. അത് കവിഞ്ഞ് വേറൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് വാജ്പേയി അദ്വാനിയും ഇദ്ദേഹം പറയുന്നതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഏറ്റവും കൂടുതൽ സീറ്റ് അദ്ദേഹം ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ശിവസേനയ്ക്ക് തന്നെ, രണ്ടാമത്തേത് ഞങ്ങളുള്ളൂ. ഇതിന് ഈ ഫട്നാവിസ് പൊളിച്ചു. ഫട്നാവിസ് 2014 തന്നെ ഒറ്റ കക്ഷിയായിട്ട് വന്നു. അന്നേ ഗർവ് തുടങ്ങി ശിവസേനയ്ക്ക്. അങ്ങനെയാണ് ശിവസേന പതുക്കെ ഒരു പുറകോട്ട് വലിഞ്ഞ് ഓപ്പോസിഷൻ റോളിലേക്ക് വന്നത്. പിന്നെ രണ്ടാമത് 2019 കൂടെ ഇതുപോലെ അധികാരത്തിൽ വന്നപ്പോൾ ശിവസേന ഉടക്കി. ശിവസേന പറഞ്ഞു അങ്ങനെ പറ്റില്ല, ടേൺ വെച്ച് നമുക്ക് അന്നും 2019 BJPക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്. അപ്പോൾ ഫട്നാവിസ് പറഞ്ഞു ഞങ്ങൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രി, നിങ്ങൾക്ക് മറ്റ് സ്ഥാനങ്ങൾ എടുക്കാം. മുഖ്യമന്ത്രി സമ്മതിക്കില്ല, ഉദ്ധവ് ഉടക്കായി. എന്തായാലും അന്ന് ഒരു പോളിസി അദ്ദേഹം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ശിവസേനയൊന്ന് വെട്ടിയിട്ട് ഇങ്ങോട്ട് ലൈനിൽ വരുന്നതിന് അതിനായിട്ട് NCPയിൽ നിന്ന് അദ്ദേഹം അജിത് പവാറിനെ ഇപ്പുറത്തേക്ക് കൂട്ടി. ഒരു ദിവസം പെട്ടെന്ന് അജിത് പവാർ ഇങ്ങ് പോന്നു, ഡെപ്യൂട്ടി CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇദ്ദേഹം CM ആയിട്ടും സത്യപ്രതിജ്ഞ, അങ്ങനെ രണ്ടാം ടൈം അദ്ദേഹം CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതോടുകൂടി ശിവസേനയുടെ കലി കൂടി. അപ്പോൾ NCP ശരത് പവാർ ഇപ്പുറത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ശരത് പവാറിൻ്റെ അടുത്ത് നിർബന്ധപൂർവ്വം അവർ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു അത് പറ്റില്ല, നമുക്ക് അജിത് പവാറിനെ എങ്ങനെയെങ്കിലും തിരിച്ചു വിളിക്കണം. എന്തായാലും ഒരു മലക്കം മറിച്ചിലൂടെ അജിത് പവാർ തിരിച്ച് വീണ്ടും അപ്പുറത്തേക്ക് പോവുകയും ഇദ്ദേഹം നാണം കെട്ട് താഴെ പോവുകയും ചെയ്തു. അത് പറയുന്നത് ശിവസേന ഈ NCPയുടെ ബുദ്ധിമാനായ ശരത് പവാറിൻ്റെ ഒരു കളിയും കൂടെയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്ന് കാണിച്ചിട്ട് താഴെ ഇറക്കുമ്പോൾ ഇയാൾ കൊച്ചായി പോവുകയും BJP അവിടെ ശൂന്യമായി പോവുകയും ചെയ്യുന്ന ഒരു ട്രിക്കാണ് അവിടെ ബുദ്ധിമാനായ ശരത് പവാർ എന്ന് കളിച്ചത്. മരുമകനെ അങ്ങോട്ട് വിട്ടു, തിരിച്ച് 80 ദിവസത്തിനകം തിരിച്ചിങ്ങോട്ട് എടുത്തു. അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിന് കുറച്ച് ക്ഷീണം വന്നു. അദ്ദേഹം അവിടെ അറിയപ്പെട്ടിരുന്നത് 2014 മുതൽ 2019 വരെയുള്ള 5 വർഷം അദ്ദേഹം അവിടെ ഭരിച്ചപ്പോൾ രണ്ടാമത് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ രണ്ടാമത് CM ആയിട്ട് ഭൂരിപക്ഷം തികച്ച് കാലാവധി പൂർത്തിയാക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള പദവി അദ്ദേഹത്തിന് വന്നു. അത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം ഈ സ്ഥാനം പിടിച്ചത് വലിയ ക്ഷീണമായി. അത് കോൺഗ്രസിന് 1975 രണ്ടാമത് ഇദ്ദേഹമാണ് കാലാവധി പൂർത്തിയാക്കിയത്. അപ്പോൾ അതിനെ കൂടെ ഒന്ന് നാറ്റിക്കാനായിട്ട് ശരത് പവാറിൻ്റെ ഒരു കളിയായിരുന്നു പറഞ്ഞാൽ 80 ദിവസം ഇങ്ങനെ ഒന്നുമല്ലാതെ നിർത്തിയിട്ട് താഴെ ഇറക്കുക. അപ്പോഴേ ഫട്നാവിസ് കണക്ക് കൂട്ടി ഇത് നമുക്ക് ശരിയല്ലല്ലോ എന്ന്. അങ്ങനെ ഉദ്ധവ് അവിടെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. 2019 മുതൽ ഉദ്ധവ് താക്കറെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം വളരെ തന്ത്രപൂർവ്വം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നുകൊണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും വിമർശിക്കുകയും വേണ്ട സമയങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് 2022 അഴിമതി, മിസ്റൂള്, അതുപോലെ തന്നെ ഹിന്ദുത്വ എന്നുള്ള ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശിവസേനയുടെ അടിത്തറ തന്നെ അദ്ദേഹം ഇളക്കി. ശിവസേനയിലെ പ്രവർത്തകർ ഒരു വലിയ വിഭാഗം BJPയിലേക്ക് വരുന്ന പോലെ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി. ഇതാണ് അവിടുത്തെ ഒരു ഷിഫ്റ്റ് വന്നത്. ഇതിനോടൊപ്പം തൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ഷിൻഡെയുമായിട്ടുള്ള ബന്ധം അദ്ദേഹം നിരന്തരം തുടർന്നു കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു ശിവസേനയുടെ കാലം അവസാനിക്കാൻ പോവുകയാണ്, തനിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുന്ന് ഇപ്പുറത്ത് വന്നാൽ നല്ലതാണ് എന്ന്. അപ്പോൾ ഷിൻഡെ ചോദിച്ചു ഞാൻ അപ്പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യാൻ, ഞാനിവിടെ നല്ലൊരു സ്ഥാനത്തിരിക്കുകയല്ലേ, അപ്പുറത്ത് തന്നെ. അപ്പോൾ പറഞ്ഞു താങ്കൾക്ക് അവിടെ നിന്നാൽ എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ, പക്ഷേ ഇപ്പുറത്ത് വന്നാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ട്. ഈ മോഹത്തിലാണ് ഷിൻഡെ ചാടി ഇപ്പുറത്ത് വരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാശി തന്നെ പൊളിക്കാൻ ശ്രമിച്ചവരെ ഒന്ന് തിരിച്ച് ഒരു കൊട്ടു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ
ഷിൻഡെയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്നു. ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ BJP നേതൃത്വം അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ മുഖ്യമന്ത്രി കൂടിയായി നിൽക്കണം. കാരണം ഇയാളുടെ ഭരണത്തിൽ എന്തെങ്കിലും അപാകത വന്നാൽ ക്യാബിനറ്റിൽ ഒരാൾ വേണം ഇദ്ദേഹത്തിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. അതുപോലെ നമ്മുടെ കൈപ്പിടിയിൽ ഇത് നിൽക്കണം എന്ന് പറഞ്ഞു. 2024 വരെ ആ മന്ത്രിസഭയെ അങ്ങനെ കൊണ്ടുപോയി. 2024 അദ്ദേഹം അവിടുത്തെ പാർലമെൻറ്റ് സീറ്റുകൾ മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് അവിടുത്തെ ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചത് ഉദ്ധവ് താക്കറെ ടീമാണ്, അവരുടെ സഖ്യമാണ്. പക്ഷേ എന്നാൽ 2024 നിയമസഭയിലേക്ക് വന്നപ്പോൾ തിരിച്ച് അദ്ദേഹം സീറ്റുകൾ പൂർണ്ണമായും BJP സഖ്യത്തിലേക്ക് കൊണ്ടുവരാനും BJP ഒറ്റയ്ക്ക് 116 സീറ്റോ മറ്റാണെന്ന് അത് മൊത്തത്തിൽ ഉള്ള സീറ്റിൻ്റെ 13 സീറ്റിൻ്റെ കുറവ് ഒറ്റയ്ക്ക്. അതേസമയം ഷിൻഡെയും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷത്തിന് NCPയും അജിത് പവാറും കൂടെ ആയപ്പോൾ കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും അദ്ദേഹം കംഫർട്ടബിളായിട്ടുള്ള മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ശിവസേന എന്നും വെല്ലുവിളിക്കുന്ന ശിവസേനയുടെ ശക്തി എന്ന് പറയുന്ന BMC നമുക്ക് തിരിച്ചു പിടിക്കണം. അതാണ് ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴും ശിവസേന പറയും ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് അവസാനം പറഞ്ഞത് യോധ സിനിമയിൽ പറഞ്ഞിരുന്ന കണക്ക് ഓരോ സന്ദർഭത്തിലും ഉദ്ധവിൻ്റെ വെല്ലുവിളികളെ അദ്ദേഹം അങ്ങനെ സധൈര്യം നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കാവിലെ പാട്ട് മത്സരത്തിലും ജയിച്ചു, ഉദ്ധവ് തകർന്നു. അതെ. അപ്പോൾ ഈ വേറൊരു സംഭവം, അവിടെ മുംബൈയിലെ ചേരി പ്രദേശങ്ങളിൽ ഫഡ്നാവിസ് വരുത്തിയ മാറ്റവും ശ്രദ്ധേയമാണെന്ന് കേൾക്കുന്നു. അദ്ദേഹം അവിടെ ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ജനങ്ങളുടെ ഇടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള മെഗാ പ്രോജക്റ്റുകൾ അദ്ദേഹം അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം വലിയ രീതിയിൽ വോട്ടായി മാറാൻ സഹായിച്ചു എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി നരേന്ദ്രമോദിയുടെ ഒരു കോപ്പിയാണെന്നാണ് പലരും പറയുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്ര ദാമോദർ മോദി ഭരിക്കുമ്പോൾ ഇവിടെ നരേന്ദ്ര ഫട്നാവിസ് ഭരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് അല്ല, നരേന്ദ്ര ഫട്നാവിസ് ഭരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ വികസന അജണ്ട, ഹിന്ദുത്വ അജണ്ട, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബേസ്. അതോടൊപ്പം ഈ ബേസിൽ നിന്നിരുന്ന ശിവസേന അതിൽ നിന്ന് മാറി എന്നുള്ളത് മറാഠയിലെ ജനങ്ങളെ മുഴുവൻ അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. നിങ്ങളുടെ പാർട്ടി ഇന്ന് ആ ബാൽ താക്കറെയുടെ പാർട്ടി അല്ല. ബാൽ താക്കറയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷേ ഈ ഉദ്ധവിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നില്ല. കാരണം ഇയാൾ അതിൽ നിന്നെല്ലാം വേറിട്ട് പോയി നമ്മുടെ ഐഡിയോളജിയെ പൂർണ്ണമായും മാറ്റിയ ഒരാളാണ് എന്ന് വന്നതോടുകൂടി ഈ മറാഠ ശക്തിയും ഹിന്ദുത്വ ശക്തിയും വികസന അജണ്ടയും കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു BJP എന്ന ഒരു പാർട്ടിയെ മഹാരാഷ്ട്ര മുഴുവൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കെട്ടിക്കൊടുത്തു. ഇപ്രാവശ്യം ഈ ശിവസേന മരുമകനും മകനും എല്ലാം ഒരുമിച്ച് നിന്നിട്ടും ഒരു നിവൃത്തിയില്ല. അവസാനം രാജ് താക്കറെയുടെ കൂട്ടുപിടിച്ചത് അതിനാണ്. 2005 മറ്റോ തെറ്റിപ്പിരിഞ്ഞ് പോയതാണ്. ബാൽ താക്കറെ മോനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് NMS ഉണ്ടാക്കി അദ്ദേഹം തിരിഞ്ഞു പോയതാണ്. ഉദ്ധവിന് അപ്പർ സ്ഥാനം കൊടുക്കുന്നു അച്ഛൻ ബാൽ താക്കറെ. അതുകൊണ്ട് രാജ് താക്കറെ അവിടെ നിന്ന് ഓടിയതാണ്. അദ്ദേഹം വീണ്ടും തിരിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നമ്മുടെ സാമ്രാജ്യം പിടിക്കണം, നമ്മൾ വേറിട്ട് നിന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ ശ്രമം നടന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഈ ഫഡ്നാവിസിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു നേട്ടമാണ്. കാരണം ഇന്ത്യയിലെ എന്നല്ല, ലോകത്തെ തന്നെ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് മുംബൈ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ നേട്ടം BJPക്ക് സ്വന്തമാക്കി കൊടുക്കുന്നു. BJPയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വെയിറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതായത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോക്കെങ്കിൽ. അതായത് 22ാമത്തെ വയസ്സിൽ കൗൺസിലർ, 27ാമത്തെ വയസ്സിൽ മേയർ, 30ാമത്തെ വയസ്സിൽ മുതൽ MLA, തുടർച്ചയായിട്ട് 25 വർഷം, 55 വയസ്സാകുമ്പോഴേക്കും 25 വർഷത്തിൽ കൂടുതൽ MLA ആയിരിക്കുകയാണ് അദ്ദേഹം. 3 പ്രാവശ്യം മുഖ്യമന്ത്രി. അതും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള ഒരു സ്ഥലമാണ്. ബീഹാർ പോലത്തെ ഒരു സ്ഥലമാണ് ഈ ഇവിടെയും നിൽക്കുന്നത്. കാരണം മറ്റ് കക്ഷികൾക്കാണ് ഇവിടെ എപ്പോഴും മേൽക്കോയ്മ. BJPക്ക് അവിടെ ഒരു മേൽക്കോയ്മയില്ലായിരുന്നു. പക്ഷേ അവിടെ കൊണ്ടുവന്ന് മേൽക്കോയ്മ ഉണ്ടാക്കുക, എന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് മാറുക, ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുക. ഇന്ത്യയിലെ 2ാമത്തെ പാർലമെൻറ്റ് മെമ്പർമാരുള്ള
ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം. അതെ അതെ അവിടെ ശക്തിയായിട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാഷ്ട്രീയ നേതൃത്വം കണക്കാക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യ കാണാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രി ആയിരിക്കുമോ എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ്, ആ ഒരു മെറ്റീരിയൽ, ആ ഒരു കരുത്തനായ ഒരു നേതാവായിരിക്കുമോ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികൾ മൊത്തം അങ്ങനെയാണ്. സാധാരണ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ ഇപ്പോൾ പ്രചരണം നടക്കുമ്പം അവിടെ നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ് ഇവർ വന്ന് പ്രചരണം നടത്തി അവിടെ ആ യങ് ലീഡർഷിപ്പിന് ഒരു സപ്പോർട്ട് കൊടുത്താണ് പോകുന്നത്. പക്ഷേ ഈ മഹാരാഷ്ട്രയിൽ ഇതൊന്നും അദ്ദേഹം ആവശ്യപ്പെടാറേ ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഇവരാരും വന്നില്ല, വലിയ നേതാക്കൾ ആരും വന്നില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ് അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇവർ രണ്ടും തമ്മിൽ, അതായത് ഇപ്പോൾ പറഞ്ഞ നമ്മൾ ഫഡ്നാവിസും യോഗി ആദിത്യനാഥും തമ്മിലുള്ളൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് അദ്ദേഹം പറയുന്നത് 2019 അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ട് 2022 ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കിയപ്പോൾ പലരും കളിയാക്കി. നദ്ദ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡെപ്യൂട്ടി CM ആയിരുന്ന ആൾ ഡെപ്യൂട്ടി CM ആയല്ലോ എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയിൽ കാര്യകർത്താക്കൾക്ക് വേറെ റോളൊന്നുമില്ല, നേതൃത്വം പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡെപ്യൂട്ടി CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. BJP-യിൽ നേതാക്കളുടെ എണ്ണത്തിനൊന്നും കുറവില്ല. അതോടൊപ്പം BJP-യിൽ ഇതുപോലെ ഇന്ത്യയുടെ ഭാവിയായിട്ട് വരാൻ നിശ്ചയിച്ചിട്ടുള്ള, അവർ നിയോഗിച്ചിട്ടുള്ള നിരവധി നേതാക്കളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിതിൻ നബീൻ ബീഹാറിൽ നിന്ന്. അതുപോലെ തന്നെ ഹരിയാനയിലെ മുഖ്യമന്ത്രി അദ്ദേഹം നയാ സിംഗ് സാഹി, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അതുപോലെ തന്നെ ഒറീസയിലെ നേതാവായ മോഹൻ ചരൺ മാഞ്ചി, MP-യിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മോഹൻ യാദവ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ 2 പേര് വളരുന്നുണ്ട്. ഒന്ന് തേജസ്വി സൂര്യ കർണാടകയിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അണ്ണാമലൈ. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നേതാക്കളുടെ വലിയൊരു പെരുമഴ, നേതാക്കളുടെ ഒരു വലിയൊരു ഘോഷയാത്ര തന്നെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് അവിടെ ഒരു മത്സരമല്ലെങ്കിലും 2 ശക്തികൾ ഏതാണ്ട് ഒരുപോലെ വരാൻ സാധ്യതയുണ്ട്. അതായത് യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ഫട്നാവിസും. 2 ചോയ്സ്, ഇതിലേത് വേണമെന്ന് പാർട്ടിയും RSSും ഒക്കെ ചേർന്നായിരിക്കും തീരുമാനിക്കുക. പക്ഷേ 2 ചോയ്സുകൾ ഇന്ന് ഇന്ത്യക്ക് മുമ്പിൽ നിൽപ്പുണ്ട്. ഒരാൾ ഹിന്ദുത്വത്തിൻ്റെ ബേസും സ്ട്രോങ് അഡ്മിനിസ്ട്രേഷനും ഒക്കെയാണ് യോഗി ആദിത്യനാഥിൻ്റെ. അതുപോലെ തന്നെ വികസനവും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വലിയ ശക്തനാണ് യോഗി ആദിത്യനാഥ്. ഒന്നാമത്തെ MP സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്നു. 2ാമത്തെ MP സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് ഇതുപോലെ തന്നെ വികസനം, അതുപോലെ തന്നെ ഹിന്ദുത്വ അജണ്ട, അതുപോലെ തന്ത്രശാലി സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്ട്രാറ്റജിസ്റ്റ്. പിന്നെ നിശബ്ദ പ്രവർത്തനം, അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബഹളമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വിവാദങ്ങളൊന്നും കുറച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാവരും പറയണം. അത് പറയാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ ഒന്നുകിൽ പാകിസ്ഥാനി ആയിരിക്കും, അല്ലെങ്കിൽ ചൈനീസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ഇടയ്ക്ക് തട്ടാറുണ്ട്. പക്ഷെ അതെല്ലാം അദ്ദേഹം രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാക്കി തൂക്കിക്കൊണ്ടു പോകാൻ കഴിയും എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. ഒരിക്കൽ വേറൊരു വിവാദം കൊണ്ടുണ്ട്, അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഔറംഗസീബിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ഒരു ഹൈപ്പ് ഉണ്ടായി. അപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഒരു നേതാക്കളുടെ, പഴയ രാജാക്കന്മാരെക്കാൾ വലിയൊരു ഐക്കോൺ. വേണമെങ്കിൽ ശിവജിയെ പോലും അതിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ഛത്രപതി ശിവജിയെ പോലും അതിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പ് വന്നപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു. ഈ പറയുന്നത് ഔറംഗസീബിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരമുള്ള വിവാദങ്ങളൊക്കെ ഇടയ്ക്ക് വന്നാൽ പോലും അദ്ദേഹം പൊതുവെ സൗമ്യനാണ്. എല്ലാ പ്രവർത്തനത്തിലും എതിരാളിയെ ബീറ്റ് ചെയ്യുന്നതിനുള്ള മാർഗം. ഇവിടെ 2 നേതാക്കളെയാണ് അദ്ദേഹം ബീറ്റ് ചെയ്തത്. ബാൽ താക്കറയുടെ ആ ഒരു ഇമേജോട് കൂടി വന്ന ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ നിഷ്പ്രഭമാക്കി മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ബേസ് ഇല്ലാതാക്കി അവിടെ BJPയുടെ ബേസ് കൊണ്ടുവന്നു. 2ാമത്തെ ആൾ എന്ന് പറയുന്നത് ശരത് പവാർ, തന്ത്രശാലിയായ ശരത് പവാറിനെ നിഷ്പ്രഭമാക്കി അദ്ദേഹത്തിൻ്റെ മരുവനെ ഇപ്പുറത്തെടുത്ത് ആ പാർട്ടിയെ ഒന്നുമില്ലാതാക്കി. കോൺഗ്രസ് പിന്നെ ഇതിൻ്റെ അടുത്തൂടെ പോലും ഇല്ലാത്ത വിധത്തിൽ ശൂന്യമായി തകർത്തുകൊണ്ട് BJP ആണ് BJP ആണ് മറാഠകളുടെ ശക്തി, അവിടുത്തെ ഹിന്ദുത്വത്തിൻ്റെ ശക്തി, ജനങ്ങളുടെ വികസനത്തിൻ്റെ ശക്തി എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദേവേന്ദ്ര ഫട്നാവിസ് അത് ഒരു
പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റായി ഉയർന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അതാണ് നമ്മോട് പറയുന്നത്. മഹാരാഷ്ട്ര BJPയുടെ കരുത്തുറ്റൊരു കേന്ദ്രമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. തന്ത്രശാലിയായ നേതാവ്, അതുപോലെ തന്നെ വികസന അജണ്ട, ഹിന്ദുത്വ, ഇതൊക്കെ തന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അതെല്ലാം തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനുണ്ട്. വളരെ സൈലൻ്റായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലും പദ്ധതികൾ രൂപീകരിക്കുവാൻ അഗ്രഗണ്യൻ. അങ്ങനെ ഒരു വലിയ കരിയർ അദ്ദേഹത്തിന് മുന്നിൽ തുറന്നിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്ന തിരഞ്ഞെടുപ്പ്, ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അതാണ് നമ്മോട് പറയുന്നത്. കാത്തിരിക്കാം. ഈ ചർച്ച ഇനിയും തുടരും, വിലയിരുത്തലുകളും. വളരെയധികം നന്ദി സർ. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.